ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഗ്ലാമറും ഉണ്ട്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജല സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റം പറഞ്ഞിട്ടുണ്ട്. റണ്ണിങ്ങിൽ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി 1 മാസത്തോളം വണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഗിയർ ടൈറ്റ് ന്യൂട്ടിലിടുമ്പോൾ ഒരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്. നമ്മൾ ജല സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് മോഡ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ബ്രേക്സ് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ മാറ്റാറായിട്ട് അതിൽ ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാറായിട്ട് അത്യാവശ്യം പകുതിയോടെ നമുക്കത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിലെ ബ്രേക്സ് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ചെയിൻ്റെ ഭാഗമൊന്നും ചെക്ക് ചെയ്ത് ചെയിനൊക്കെ പുതിയ ചെയിനാണ്. അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഗീസൊക്കെ കൊടുത്ത് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതേപോലെ എൻ്റെ എഞ്ചിൻ ഓയിലായാലും നമുക്കൊന്ന് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യും. പിന്നെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഓടിച്ച് നോക്കി കഴിയുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാർബറേറ്റർ ഒന്ന് ട്യൂണിങ് മാറ്റിയിട്ടൊന്ന് സ്ലോ സ്പീഡ് കറക്റ്റ് ആക്കിയിട്ട് റീസെറ്റ് ചെയ്ത് നോക്കാം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നല്ലെങ്കിൽ പിന്നെ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാർബറേറ്റർ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ കാർബറേറ്ററൊന്നും അയക്കണമെന്നൊന്നുമില്ല. പുറമേനെ നമ്മൾ ട്യൂണിങ് മാറ്റിയിട്ടായിട്ട് സ്ലോ സ്പീഡ് കറക്റ്റായിട്ട് ഇടാം. വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാർബറേറ്ററൊന്ന് അയച്ച് നോക്കേണ്ടി വരും. കാർബറേറ്റർ അയച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ കാർബറേറ്ററൊന്ന് അയച്ച് നോക്കേണ്ടതെന്ന് പറയാൻ കാരണം കേട്ടോ. അത് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ ഹെഡ്ലൈറ്റ് ഉണ്ടോ ഈ ഭാഗമൊക്കെ ഇടയിട്ട് തട്ടിയിട്ട് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് പോയിരിക്കുക. അതൊന്ന് അയച്ചിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഹെഡ്ലൈറ്റൊന്ന് അയച്ച് റീസെറ്റ് ചെയ്യുക. അയച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ വല്ല പൊട്ടലൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് 2025 ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. 9.5 ആ റേഞ്ചിലോട്ട് വോൾട്ട് വരുന്നു. നിലവിലിപ്പോൾ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വേറെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഈ ഷോക്കപ്പുണ്ട്. ഈ ഷോക്കപ്പുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ബാക്ക് ബാറ്ററൊക്കെ കാണുമ്പോൾ ബാക്കിൽ നിന്ന് തെറിപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോക്കപ്സ് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട്. നമുക്ക് നിലവിലിപ്പോൾ നമുക്ക് മാറ്റണം, ബാക്കിൽ ബ്രേക്സും മാറണം, അതുപോലെ എഞ്ചിൻ ഓയിൽ മാറണം. ഇതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ ബാക്കിലെ ഷോക്കപ്സിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയാം. നമുക്ക് ഷോക്കപ്സ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2000 അടുത്തിട്ട് ഷോക്കപ്സ് വരുന്നുണ്ട്. മാറ്റുമ്പോൾ 2 കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അതൊന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൽ ഷോക്കപ്പ് ഉൾപ്പെടുത്തുന്നില്ല.